സ്പെൻഡ് ചെയ്യാന്ന് കേട്ടിട്ടില്ലേ? ചെലവഴിക്കുക, ചെലവാക്കുക എന്നൊക്കെ അർത്ഥം. ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് സ്പെൻറ്റ്. സ്പെല്ലിംഗ് മാത്രമേ മാറുന്നുള്ളൂ, ഡി മാറി ടി ആവും. ചെലവഴിച്ചു എന്നർത്ഥം. ഇതിൻ്റെ തേർഡ് ഫോമും സ്പെൻഡ് തന്നെ, ചെലവഴിച്ചു. സാധാരണ നമ്മൾ സ്പെൻഡ് ചെയ്യാറുള്ളത് മണി ആൻഡ് ടൈം, പണവും സമയവും. ഞാൻ വിവേകപൂർവമാണ് ചെലവാക്കാറ്. നമ്മൾ പണത്തിൻ്റെ കാര്യം ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പണം എന്ന് എടുത്തു പറയേണ്ടതില്ല. ഐ സ്പെൻഡ് വൈസ്ലി, ഐ സ്പെൻഡ് വൈസ്ലി. പണം എന്ന് എടുത്തു പറയുകയാണെങ്കിൽ ഐ സ്പെൻഡ് മണി വൈസ്ലി, ഐ സ്പെൻഡ് മണി വൈസ്ലി. അവൾ ധാരാളമായാണ് ചെലവാക്കാറ്. ഷീ സ്പെൻഡ്സ് ലാവിഷ്ലി, ഷീ സ്പെൻഡ്സ് ലാവിഷ്ലി. അവൾ ധാരാളമായാണ് പണം ചെലവാക്കാറ്. ഷീ സ്പെൻഡ്സ് മണി ലാവിഷ്ലി, ഷീ സ്പെൻഡ്സ് മണി ലാവിഷ്ലി. അവൻ ചിന്തിക്കാതെയാണ് ചെലവാക്കാറ്. ഹീ സ്പെൻഡ്സ് വിതൗട്ട് തിങ്കിങ്, ഹീ സ്പെൻഡ്സ് വിതൗട്ട് തിങ്കിങ്. അവൻ ചിന്തിക്കാതെയാണ് പണം ചെലവാക്കാറ്. ഹീ സ്പെൻഡ്സ് മണി വിതൗട്ട് തിങ്കിങ്. ഞാൻ അത്യാവശ്യ വസ്തുക്കൾക്കാണ് ചെലവാക്കാറ്. ഐ സ്പെൻഡ് ഓൺ എസെൻഷ്യൽസ്, ഐ സ്പെൻഡ് ഓൺ എസെൻഷ്യൽസ്. മണിന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ എന്തിനെങ്കിലും പുറത്താണല്ലോ പൈസ ചിലവാക്കാറ്. അപ്പോൾ അതേ അർത്ഥം വരുന്ന പ്രിപ്പോസിഷൻ നമ്മൾ പണം ചിലവാക്കുന്ന കാര്യം പറയുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഓൺ എസെൻഷ്യൽസ്, ഐ സ്പെൻഡ് ഓൺ എസെൻഷ്യൽസ്. ആ പ്രിപ്പോസിഷൻ നമ്മളിവിടെ ഉപയോഗിക്കാറുണ്ട്, ഓൺ എന്നുള്ളത്. മണി ആണ് ചിലവാക്കുന്നത് എങ്കിൽ അവർ ആഡംബര വസ്തുക്കൾക്കാണ് പണം ചിലവാക്കാറ്. They spend on luxuries, they spend on luxuries. അവൾ വസ്ത്രങ്ങൾക്കായി ഒരുപാട് പൈസ ചിലവാക്കാറുണ്ട്. She spends a lot on clothes, she spends a lot on clothes. പണം വിവേകപൂർവം ചെലവാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുക. Learn how to spend wisely, ലേൺ ഹൗ ടു സ്പെൻഡ് വൈസ്ലി. നമ്മൾ പണത്തിൻ്റെ കാര്യമായതുകൊണ്ട് പണം എന്നെടുത്ത് പറയണ്ട, ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ലേൺ ഹൗ ടു സ്പെൻഡ് മണി വൈസ്ലി. ഇനി സമയമാണ് വിവേകപൂർവം ചെലവാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കേണ്ടത് എന്നാണെന്നുണ്ടെങ്കിൽ അവിടെ പണം എന്നുള്ളതിന് പകരം സമയമാക്കിയാൽ മതി. ലേൺ ഹൗ ടു സ്പെൻഡ് ടൈം വൈസ്ലി. നാളെ എന്നൊന്നില്ലാത്തതുപോലെയാണ് അവൻ ചെലവാക്കുന്നത്. He spends like there is no tomorrow, he spends like there is no tomorrow. ഇല്ലാത്തത് പോലെ, പോലെ എന്നുള്ളതിനാണ് ഈ ലൈക്ക് ഉപയോഗിച്ചത്. He spends as if there is no tomorrow എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ്. He spends as if there is no tomorrow. നീ ചെലവാക്കുന്ന എല്ലാത്തിൻ്റെയും കണക്ക് സൂക്ഷിക്കണം. Keep a record of everything you spent. Keep a record of everything you spent. Keep a record എന്നുള്ളതിന് keep track. Keep track of everything you spent. അങ്ങനെയും പറയാം. Keep track of everything you spent. നീ ചെലവാക്കുന്ന എല്ലാത്തിൻ്റെയും കണക്ക് സൂക്ഷിക്കണം. അവരുടെ കുട്ടികൾക്കായിട്ട് ഒരുപാട് പണം ചെലവാക്കുന്നു. They spend a lot on their children. They spend a lot on their children. Children's അല്ല കേട്ടോ. They spend a lot of money on their children. അങ്ങനെയും പറയാം. They spend a lot of money on their children. ഞാൻ പുസ്തകങ്ങൾ വാങ്ങാനായി പൈസ ചെലവാക്കാറുണ്ട്. I spend money on buying books. I spend money on buying books. ഇവിടെയും ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഓൺ. പൈസ ചെലവാക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ അതെന്തിൻ്റെ മേലാണ് പൈസ ചെലവാക്കിയത് എന്ന് പറയാനായിട്ട് ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. ഐ സ്പെൻഡ് മണി ഓൺ ബൈയിങ് ബുക്സ്. അവർ വിദേശ യാത്രകൾക്കായി പണം ചെലവാക്കുന്നു.
They spend money on foreign trips. They spend money on foreign trips. അവര് അനാവശ്യമായി ഒരുപാട് പണം ചെലവാക്കുന്നു. They spend a lot of money unnecessarily. They spend a lot of money unnecessarily. Unnecessarily എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട്. അത് നമുക്ക് ഇങ്ങനെയും പറയാം. They spend money like water. They spend money like water. വെള്ളം പോലെ ഒഴുക്കിക്കളയാണെന്ന് പൈസ. ഇനി സമയം ചെലവാക്കുന്നത് നമുക്ക് നോക്കാം. എനിക്ക് അവളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ഇഷ്ടമാണ്. I love spending time with her. I love spending time with her. ഇനി സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അമ്മയോടൊപ്പമാണെങ്കിൽ I love spending time with my amma. I love spending time with my amma. ഇനി സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് നമ്മളുടെ വളർത്തു മൃഗങ്ങളോടൊപ്പമാണെങ്കിൽ I love spending time with my pets. ഇനി ആരും വേണ്ട, എനിക്ക് ഒറ്റയ്ക്കിരിക്കുന്നതാണ് ഇഷ്ടം, എൻ്റെ സമയം ചെലവാക്കുന്നത് എനിക്ക് ഒറ്റയ്ക്കിരുന്നാണ് ഇഷ്ടമെങ്കിൽ I love spending time alone. I love spending time alone. അങ്ങനെ പറയാം. ഞാൻ എൻ്റെ സമയം ചെലവഴിക്കുന്നത് പുസ്തകങ്ങൾ വായിച്ചാണ്. ഞാൻ എൻ്റെ സമയം ചെലവഴിക്കുന്നത് പുസ്തകങ്ങൾ വായിച്ചാണ്. I spent my time reading books. ഇവിടെ നമ്മൾ സമയം ചെലവഴിക്കുന്ന കാര്യം പറയുമ്പോൾ I spent my time കഴിഞ്ഞ് വരുന്നത് ഒരു വെർബിൻ്റെ ing ഫോം ആണെങ്കിൽ I spent my time on reading books എന്നോ അല്ലെങ്കിൽ I spent my time in reading books എന്നോ ഒന്നും പറയരുത്. on അല്ലെങ്കിൽ in ഇങ്ങനെയുള്ള പ്രൊപ്പോസിഷൻസ് ഒന്നും ഉപയോഗിക്കരുത്. എനിക്ക് സമയം ചെലവഴിക്കുന്നത് ടി വി കണ്ടാണ് ഞാൻ സമയം ചെലവഴിക്കുന്നത് എന്നാണെങ്കിൽ I spent my time watching TV. അങ്ങനെ പറയാം. I spent my time watching TV. എനിക്ക് മീൻ പിടുത്തത്തിന് സമയം ചെലവിടുന്നത് ഇഷ്ടമാണ്. I like to spend time fishing. I like to spend time fishing. I like to spend time in fishing അല്ലെങ്കിൽ I like to spend time on fishing എന്നൊന്നും പറയണ്ട. I like to spend time fishing അങ്ങനെ മതി. ഇനി എനിക്ക് പാട്ടുകൾ പാടുന്നതിന് സമയം ചെലവിടുന്നത് ഇഷ്ടമാണ് എന്ന് പറയാൻ I like to spend time singing songs. I like to spend time singing songs. എനിക്ക് സിനിമ കാണുന്നതിന് സമയം ചെലവിടുന്നത് ഇഷ്ടമാണ്. I like to spend time watching movies. I like to spend time watching movies. എനിക്ക് കൂട്ടുകാരോടൊത്ത് കളിക്കുന്നതിന് സമയം ചെലവഴിക്കുന്നത് ഇഷ്ടമാണ്. I like to spend time playing with my friends. I like to spend time playing with my friends. എനിക്ക് നീന്തുന്നതിന് സമയം ചെലവഴിക്കുന്നത് ഇഷ്ടമാണ്. I like to spend time swimming. I like to spend time swimming. എനിക്ക് അമ്മയെ സഹായിക്കുന്നതിന് സമയം ചെലവഴിക്കുന്നത് ഇഷ്ടമാണ്. I like to spend time helping my amma. I like to spend time helping my amma. എനിക്ക് ചിത്രം വരയ്ക്കുന്നതിന് സമയം ചെലവഴിക്കുന്നത് ഇഷ്ടമാണ്. I like to spend time drawing pictures. I like to spend time drawing pictures. എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവിടണം. I want to spend more time with my family. I want to spend more time with my family. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒന്നിച്ച് കൂടുതൽ നേരം ചെലവിടണം എന്നാണ്. I think we should spend more time together. I think we should spend more time together. നിങ്ങൾ നിങ്ങളുടെ മക്കളോടൊപ്പം ആവശ്യത്തിന് സമയം ചെലവഴിക്കാറുണ്ടോ?
Do you spend enough time with your children? Do you spend enough time with your children? നിനക്ക് ഇഷ്ടമാണെങ്കിൽ രാത്രി ഇവിടെ ചെലവഴിക്കാം. You can spend the night here if you like. You can spend the night here if you like. നിന്റെ ഹോംവർക്കിനായിട്ട് എത്ര നേരമാണ് നീ ചെലവഴിക്കാറ്? How long do you spend on your homework? How long do you spend on your homework? ഇവിടെ വേർബിൻ്റെ ING ഫോമൊന്നും അല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഓൺ ചേർക്കാം. ഓക്കെ, ഹൗ ലോങ് ഡു യു സ്പെൻഡ് ഓൺ യുവർ ഹോംവർക്ക്? അവൾക്ക് അവളുടെ ബാക്കിയുള്ള ജീവിതം വീൽ ചെയറിൽ ചെലവഴിക്കേണ്ടതായി വരും. She will have to spend the rest of her life in a wheelchair. She will have to spend the rest of her life in a wheelchair. Rest of her life എന്ന് വെച്ചാൽ അവളുടെ ബാക്കിയുള്ള ജീവിതം. In a wheelchair എന്നാണ് പറയുന്നത്. On a chair എന്ന് പറയുമ്പോൾ ഈ ആം റെസ്റ്റ് ഉള്ള ചെയറില്ലേ, കൈ രണ്ട് സൈഡിലും നമുക്ക് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെയർ ആണെങ്കിൽ ഇൻ എ ചെയർ, അതുപോലെ വീൽ ചെയർ ആണെങ്കിലും ഇൻ എ വീൽ ചെയർ എന്നായിരിക്കും പറയുന്നത്. വേഗത്തിൽ ലഭിക്കുന്നത് വേഗത്തിൽ ചെലവായി പോകും. അതായത് ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ലാതെ നമുക്ക് കിട്ടുന്ന പൈസയാണെങ്കിൽ അത് അതേപോലെ അത്രയും സ്പീഡിൽ തന്നെ ചെലവായി പോകുന്ന. സൂൺ ഗോട്ടൻ സൂൺ സ്പെൻഡ്. സൂൺ ഗോട്ടൻ സൂൺ സ്പെൻഡ് ഇതൊരു പഴഞ്ചൊല്ലാണ് കേട്ടോ. ഇനി ഇൽ ഗോട്ടൻ ഇൽ സ്പെൻഡ് അല്ലെങ്കിൽ ഈവിൽ ഗോട്ടൻ ഈവിൽ സ്പെൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയെങ്കിലും പറ്റിച്ച് ഉണ്ടാക്കുന്ന പൈസ അല്ലെങ്കിൽ നേരായ വഴിക്കൂടെ അല്ലാതെ കിട്ടുന്ന പൈസയാണെന്നുണ്ടെങ്കിൽ അതും അതേ രീതിയിൽ തന്നെ നഷ്ടപ്പെട്ടു പോകും, ചെലവിട്ട് പോകും. അതായത് ആരെങ്കിലും പറ്റിച്ചുണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളെയും ആരെങ്കിലും പറ്റിച്ച് കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്ന് ആ പൈസ ചിലവായി പോകും. ഇൽ ഗോട്ടൻ ഇൽ സ്പെൻഡ്, ഈവിൽ ഗോട്ടൻ ഈവിൽ സ്പെൻഡ്. ഇതൊരു പഴഞ്ചൊല്ലാണ് കേട്ടോ. ഈ പറഞ്ഞത് പണത്തെ പറ്റിയാ. Thanks for watching. Keep learning English. Keep practicing English. Please like, comment and subscribe to my channel for more videos. Thank you.